ഞാനും അലിൻ ജോസ് പെരേരയും കൂടെ ഒന്നിച്ചായി അഭിനയിച്ച 70-കാരൻ വൃദ്ധൻ്റെ പ്രണയം എന്ന ഷോർട്ട് ഫിലിം ഇന്ന് റിലീസാവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും അലിൻ ജോസ് പെരേരയും അത്രയും ഒരു 70 വയസ്സായ ഒരു കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് വരുന്നത്. നല്ല അടിപൊളി എന്തായാലും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനും അലിൻ ജോസ് പെരേര തന്നെയാണ്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഈ ചേച്ചിയുടെ ഈ ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത്. നമ്മുടെ പാവങ്ങളുടെ സൂപ്പർ സ്റ്റാറായ അലൻ ജോസ് പെരേര സംവിധാനം ചെയ്ത് അലൻ ജോസ് പെരേരയും ഈ പറയുന്ന ചേച്ചിയും കൂടി ചേർന്ന് അഭിനയിച്ച 70-കാരൻ്റെ പ്രണയം. അപ്പോൾ എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അത് കണ്ട് ഞാൻ അന്താളിച്ചു പോയി. കാരണം എന്തുകൊണ്ടാണ് ഈ അലൻ ജോസ് പെരേരയെ പാവങ്ങളുടെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതിന് ഉത്തരവാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ നമ്മളെ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും നൽകി നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പ്രിയമുള്ളവരെ, കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് നെറ്റും ചാർജ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാം അപരാധങ്ങൾ കാണണം. അപ്പം നിങ്ങൾ വിചാരിക്കും നിൻ്റെ അപരാധം കാണണ്ടായിരുന്നു. ഞങ്ങൾ അതും കാണണം, എല്ലാം കാണുന്നില്ല. ആ കൂട്ടത്തിൽ എൻ്റെ കൂടെ കണ്ടു. എന്തായാലും നമുക്ക് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു ഭാഗമുണ്ട്, അതൊന്ന് കാണാം. എന്താ രഘുവേട്ടാ? എന്താ രഘുവേട്ടാ? എന്താ രഘുവേട്ടാ? എന്റെ കാലിലൊന്ന് ഒരു പിടുത്തൊന്ന് ഒരു കോയമ്പറ്റും തുടങ്ങിയ അടിപൊളിയാണ്. ചായ വല്ലതും വേണോ? വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാ വരാറാവുന്നോ? എന്ന് പറയാത്ത മണി 3:30 ആകുമ്പോണല്ലോ. അവരിപ്പോ വരും. അവരെ കാണാതെ എനിക്ക് ഉറക്കം വരില്ലെന്ന്. വർഷങ്ങളായിട്ടുള്ള പതിവല്ലേ. 3:30 ലക്ഷ്മി കൂടെ വരുന്നതാ. നമ്മുടെ കൊച്ചുമോളെ, ഇപ്പൊ വരും. നമ്മുടെ സന്ദീപിന്റെ മോളെ. എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട്. ഇത്തിരി കട്ടൻ കാപ്പി തിളപ്പിച്ചു കഴിഞ്ഞാൽ അടിയാനൊന്ന് അയങ്ങായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്തുവാ മറുപടി പറയുന്നത്? ഒന്നും പറയാനില്ല. അടിപൊളി. പിന്നെ ഇപ്രാവശ്യത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പം നിങ്ങൾ ഷോർട്ട് ഫിലിം ഗണത്തിൽ ആണെങ്കിലും ഈ ഒരു മൂവിക്ക് മികച്ച മേക്കപ്പിനുള്ള അവാർഡ് കൊടുക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാര്യം എന്താണ് ആ മേക്കപ്പ്? രണ്ടുപേരുടെ ആ മുടി തന്നെ കണ്ടാൽ പോരാ. പ്രത്യേകിച്ച് ആ ഭാര്യയായിട്ട് വരുന്ന സ്ത്രീയുടെ കുരുവിക്കൂട് തൂങ്ങി കിടക്കുന്നത് പോലെ ഉണ്ട്. കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. അലൻ ജോസ് പെരേരയുടെ 1-2 അതുല്യമായ അഭിനയ പ്രകടനങ്ങളൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. നീ സാക്ഷി പറയണം. ഒരാള് കരയുമ്പോ ചിരിക്കാൻ പാടില്ലാതെ ഈ അപരാധം പിടിച്ചവനെ കൊണ്ട് എന്തോ ചെയ്യും? എന്തോ പറയാനാ? കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് നമ്മളെ നെറ്റും ചാർജ് ചെയ്തിട്ട് എൻ്റെ പൊന്നോ, ഈ അപരാധം പിടിച്ചവനെ കൊണ്ട് തോറ്റ്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കണ്ടന്റ് തന്ന അലൻ ജോസ് പെരേരയ്ക്ക് നന്ദി പറയുന്നു. അതിന് മുമ്പായിട്ട് നമ്മുടെ അടുത്ത ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കാം. എന്നിട്ട് അതോടെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തോക്കൊക്കെ തൂക്കിയിട്ടുകൊണ്ടാണ് അന്നത്തെ വരക്കം. ഒരുപാടുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട് അടുത്ത വീഡിയോക്കകത്ത്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ വേറൊരു വീഡിയോ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ പറയുന്നു. ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്